ഞാനിന്ന് നമ്മുടെ നാടിൻ്റെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ റിസോർട്ടും കാര്യങ്ങളും ഈ തൂക്കുവാലും പിന്നെ നമ്മുടെ ഗ്രാമഭംഗി ഞാൻ കൂടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട പാലം. ആ പാലത്തിന് നേരെ സൈഡിലായിട്ട് കാണുന്നതാണ് പഴക്കേറിയ നമ്മുടെ തൂക്കുപാലം. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട പാലം. നല്ല പഴക്കം കൊണ്ടാന്ന് തോന്നുന്നു കുറേ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് കണ്ട കൈവരിയും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും അടിപൊളി സ്പോട്ടാണിത്. ഇതുപോലുള്ള തൂക്കുപാലങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ തൂക്കുപാലത്തിന് ഒരു കഥ പറയാനുണ്ട്. എന്താണെന്നല്ലേ, ഇൻസ്റ്റഗ്രാമിന് മുമ്പ് ഫേസ്ബുക്കിൽ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആകർഷിച്ചും ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടായിരുന്നു ഞങ്ങളുടെ ഈ തൂക്കുപാലം. കാരണം എന്ന് വെച്ചാൽ അന്ന് പച്ച, മഞ്ഞ, നീല, ചുമപ്പ് എഡിറ്റിംഗ് ഒക്കെ ആക്കി അടിപൊളിയായിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഏറ്റവും കൂടുതൽ പച്ചപ്പുള്ള ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ തൂക്കുപാലം. അതൊക്കെ ഒരു കാലം. അതെന്തെങ്കിലും ആവട്ടെ. ഇനി അങ്ങോട്ട് പിള്ളേർക്കെല്ലാം അവധിക്കാലമല്ലേ, അപ്പോൾ അവധിക്കാലം ആഘോഷിക്കാനും ചൂണ്ടയൊക്കെ ഇട്ട് നടക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാട്ടോ. അങ്ങനെ തൂക്കുപാലത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ നേരെ മുമ്പിലേക്ക് പോയി. എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മുടെ തിമ്മഞ്ചാൽ റോട്ടിൽ അവിടെ അവിടെ ഒരു പുഴയോരെന്ന് ബോർഡ് വെച്ചൊരു റിസോർട്ട് കണ്ടു. നല്ല അടിപൊളി റിസോർട്ട് കേട്ടോ. റിസോർട്ടിന്റെ പേര് ഈഴക്കുന്നൽ റിസോർട്ട്സ് കേട്ടോ. അത്യാവശ്യം ഒരു പുഴയോട് ചേർന്ന സൗകര്യമുള്ള നല്ല അടിപൊളി പാലമൊക്കെ ആയിട്ടുള്ള ഒരു റിസോർട്ട് ആട്ടോ ഇത്. സത്യം പറഞ്ഞാൽ പച്ചപ്പൊക്കെ നിറഞ്ഞ അടിപൊളി ഒരു റിസോർട്ട്. എന്റെ ഫുൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഇടക്കിടക്ക് അടിപൊളി എന്ന് പറയും. കാരണം അടിപൊളി ആയതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ അടിപൊളി എന്ന് പറയുന്നത്. കാരണം നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് അത്യാവശ്യം നമുക്ക് ഒരു വൈബ് അടിച്ചിരിക്കാൻ പറ്റിയ സ്പോട്ടാട്ടോ ഇത്. അങ്ങനെ ഞാൻ റിസോർട്ടിലേക്ക് നേരെ കയറി ചെന്നു. നമ്മുടെ സിജോ ചേട്ടൻ കേട്ടോ റിസോർട്ടിന്റെ ഉടമ. നമ്പറും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈഴക്കുന്നൽ എന്നുള്ള പേജും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈഴക്കുന്നൽ റിസോർട്ട്സ് അടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ പേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ റാണിപുരത്തൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാട്ടോ ഇത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഞാൻ ഈ റിസോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. അന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കൊരു ഊഞ്ഞാല് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ നടക്കാൻ വേണ്ടി തുടങ്ങി. ചേട്ടായി പറഞ്ഞ് എൻ്റെ പുറകിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, നമുക്ക് ആ സ്വിമ്മിംഗ് പൂൾ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് പോകാട്ടോ. ഞാനുണ്ട്, ഉണ്ണിയുണ്ട്, സിയോ ചേട്ടയുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞപ്പോഴാണ് ചേട്ടായി പറഞ്ഞത് നമുക്ക് ചൂണ്ടയൊക്കെ ഇടാൻ വേണ്ടി പറ്റിയ ഒരു സ്പോട്ട് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നോക്കുന്നത് ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാർട്ടി റിസോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടയൊക്കെ ഇട്ടിരിക്കാനും അത്യാവശ്യം പിള്ളേരൊക്കെ ആയിട്ട് ഒരുമിച്ച് വരുവാണെങ്കിൽ അത്യാവശ്യം വർത്താനൊക്കെ പറഞ്ഞ് ചൂണ്ടയൊക്കെ ഇട്ട് ആ ഒരു രസത്തിലിരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. അതിനുശേഷം ഞാൻ നേരെ ഒന്ന് ചുറ്റും നോക്കി കഴിഞ്ഞപ്പോഴാണ് താഴെ സ്വിമ്മിംഗ് പൂളും അത്യാവശ്യം പറയില്ല നല്ല വ്യൂ ആട്ടാ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഉള്ളിലേക്ക് പതുക്കെ കയറിയാലോ. ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ആദ്യം തന്നെ ഹാളിലായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ അടിപൊളി കുറേ കുപ്പിയൊക്കെ അടുക്കി വെച്ച് അതിൻ്റെ അപ്പുറം ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കെറ്റിലുണ്ട്, ഒരാൾക്ക് ഇപ്പോൾ ചായ എല്ലാം വെച്ച് കുടിക്കണം അതിനുള്ള സ്പോട്ടുണ്ട്, പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടും ഉണ്ട്. ഇനി റൂമിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വലിയ റൂമാട്ടോ. ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാത്റൂം അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് കൂടാതെ അടുത്ത റൂമിലാണെങ്കിൽ AC ഉണ്ട്, AC സൗകര്യം ഉണ്ട്. പിന്നെ എന്താ പറയാനുള്ളത്, കാണാൻ അടിപൊളിയാണ് റൂമും കാര്യങ്ങളൊക്കെ, ലക്ഷറി റൂം തന്നെ പറയാം. അതിനുശേഷം ഞാൻ പോയത് ബാൽക്കണിയിലേക്ക് കേട്ടോ. ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല മോനെ. ചുറ്റും സത്യം പറഞ്ഞാൽ ആ ഒരു പുഴയുടെ വ്യൂ നമുക്ക് ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഉള്ള സൂമാക്കി കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം ഞാൻ വേറെ റൂമിലേക്ക് പോയി. ആ റൂമിലുണ്ട് അത്യാവശ്യം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ തന്നെ ബാൽക്കണിയും വരുന്നുണ്ട്. ബാൽക്കണി ഞാൻ ജസ്റ്റ് തുറക്കാൻ നോക്കി, ലോക്കാണ്. തുറന്നതിന് ശേഷം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്നും അത്യാവശ്യം നല്ല വ്യൂ തന്നെ കേട്ടോ. ഇനി ആദ്യം പുറം കാഴ്ചയിലേക്ക് പോകട്ടോ. നമ്മളിതാ പുഴയിലേക്കാട്ടാ പോകുന്നത്. പുഴയിലേക്കുള്ള വഴി എല്ലാവരും ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് പോകാനൊക്കെ പറ്റുക കേട്ടോ. പിന്നെ പോകുന്ന വഴിയിൽ റബ്ബർ തോട്ടങ്ങളാണ്. നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് കാണുന്ന റബ്ബർ തോട്ടമാണല്ലോ. അപ്പോൾ റബ്ബർ തോട്ടം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന പുഴയിലേക്കാണ്. അതാട്ടോ പുഴയരികിൽ നമുക്ക് പോയി നീന്തി കുളിക്കുക. സത്യം പറഞ്ഞെങ്കിൽ നീന്തി കുളിക്കണം തന്നെ തോന്നി. കാരണം പിന്നെ നമ്മൾ ഡാമിൽ എപ്പോഴും പോകുന്നതുകൊണ്ട് പിന്നെ വിഷയമില്ല. അങ്ങനെ പുഴയുടെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ അല്ലേ പുഴയത്. ഇപ്പോൾ ഈ പുഴയൊന്നും അടുത്തില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലത്തെ റിസോർട്ടിലൊക്കെ വന്നിട്ട് ഒരു 2-3 ദിവസം നിന്ന് കഴിഞ്ഞിട്ട് ആ പുഴയിൽ ചൂണ്ടയൊക്കെ ഇട്ട് ഒന്ന് നീന്തി കുളിച്ച് അടിപൊളിയായിട്ട് നമുക്ക് തിരിച്ചു പോകാവുന്നതാണ് കേട്ടോ. ആദ്യം പറഞ്ഞാൽ ഇങ്ങനൊരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ ആഗ്രഹം ഇതുപോലത്തെ ഒരു വീട് വെക്കണമെന്ന്. എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും. അങ്ങനെ സിയോചാട്ടി പറഞ്ഞു ഇത് മാത്രമല്ല മോനെ ഇനിയുണ്ട് സ്ഥലം എന്ന് പറഞ്ഞിട്ട് സിയോചാട്ടി കൂട്ടിക്കൊണ്ട് പോകാട്ടോ. അപ്പോൾ അടുത്ത സ്പോട്ട് എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്തത് നമ്മുടെ പുഴയോരം തന്നെ കേട്ടോ. പുഴയോരത്തോട് ചേർന്നുള്ള ഒരു റിസോർട്ടാണ് ഇത്. അതുകൊണ്ട് തന്നെ പുഴയോരെന്നുള്ള ബോർഡും അവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പോകുന്നത് കണ്ട ഒരു എന്താ പറയുക ഫോറസ്റ്റ് വ്യൂ എന്ന് തന്നെ പറയാം. നമ്മളൊരു കാടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന ഫീൽ. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വ്യൂ ആണ് മോനെ വ്യൂ. ഇതുപോലെ കുറേ കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാടല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇത് ആ ചേട്ടയെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം. കണ്ട പോകുന്ന വഴിയെല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. പോകുന്ന വഴിയിൽ തന്നെ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ മരങ്ങളൊക്കെ കടന്നത് ആ റബ്ബർ തോട്ടം ഉണ്ട്. ആ റബ്ബർ തോട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ റബ്ബർ തോട്ടത്തിലുള്ള കുറേ ഫ്രണ്ടിലൊക്കെ ചേട്ടായി അത്യാവശ്യം വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട്. ഫുള്ള് പുഴയുടെ വ്യൂ ഒരു വ്യൂ തന്നെ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു പുഴ വ്യൂ ആസ്വദിച്ചിട്ടില്ല. നമുക്ക് ഇത്രയും പുഴ ഉണ്ടായിരുന്നു, നമുക്ക് ആസ്വദിക്കാനുള്ള ടൈമില്ല. പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ പോകുന്നത് ഈ അപ്പുറത്തൂടെ വേറെ വഴിയുണ്ട്, അതിലേ കയറി പോകാൻ കേട്ടോ പറഞ്ഞത്. കാരണം ഇപ്പുറത്തെ ഇറങ്ങി നമുക്ക് അപ്പുറത്തേ പോകാനുള്ള ഒരു സൗകര്യം ചേട്ടയാക്കി വെച്ചിട്ടുണ്ട് വഴിയെല്ലാം.
ഇനി ആരോഗ്യം കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കണം എന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് ചേട്ടയുടെ ചെറിയൊരു കൃഷി ഉണ്ട് കേട്ടോ. കൃഷിയെല്ലാം കഴിഞ്ഞ് ഓരോന്നും ഒരു ഗൈഡിനെ പോലെ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ ഇതിലെയാണ് വഴി, നമുക്ക് മുകളിലേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ. ഇതെവിടെ ഒരു ചെറിയ തടാകം പോലെ ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ കാണാൻ ഒരു അടിപൊളി. അത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് പോയി തന്നെ മനസ്സിലാക്കണം. ശേഷം ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ടുള്ളിലേക്ക് പോയി. ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച പാലമില്ലേ, ആ പാലം ഇവിടെ നോക്കി കാണാൻ പറ്റും. നമുക്ക് ഈ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ട ഈ റൈറ്റ് സൈഡിലായിട്ട് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആ പാലം കാണാവുന്നതാണ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള അങ്ങനെ ഉണ്ണി ഫ്രണ്ട് കിടക്കുന്നുണ്ട്. ഉണ്ണി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്രയും അടിപൊളി ഒരു റിസോർട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന്. കാരണം അടിപൊളി ഒരു റിസോർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഓരോ വ്യൂവും കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് റിസോർട്ടിൻ്റെ ആ ഒരു പ്രത്യേകത. അപ്പം എന്താ പറയുക, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞാൻ പോയതിൽ വെച്ച് ഇപ്പം കണ്ടതിൽ വെച്ച് നമുക്ക് ഈടെ അടുത്ത് അടിപൊളിയായിട്ടുള്ള ഒരു റിസോർട്ടാട്ടോ ഇത്. അതായത് നമുക്ക് ഈ അടുത്ത് നമുക്ക് എല്ലാ വ്യൂവും കൂടി ചേർന്ന ആ ഒരു റിസോർട്ട് ഇപ്പം ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി റിസോർട്ടുകളും കാര്യങ്ങളും ഉണ്ട്. മരങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കമുങ്ങിൻതോട്ടമാണ്. കമുങ്ങിൻതോട്ടത്തിൻ്റെ ഇടയ്ക്കോടൊരു ചെറിയ വഴി. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ആ നാടൻ ഭംഗി, പണ്ട് നമ്മൾ ആ തോട്ടത്തിൽ കൂടെ കളിക്കുന്നതും ആ ഒരു ഫീല് നിറഞ്ഞൊരു വഴിയാട്ടാ. അപ്പോഴത്തേക്കും ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഉണ്ണി ഊഞ്ഞാലാടാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് നേരെ എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ പ്ലേ ഏരിയ ഉണ്ടല്ലോ, ആ ഒരു പ്ലേ ഏരിയയിലേക്കായി. മുതുക്കനായി അവനവിടെ ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട്. അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന അവനെയും കണ്ടു കഴിഞ്ഞത് ആ പ്ലേ ഏരിയ അത്യാവശ്യം ഫാമിലി ആയിട്ട് വന്നിരിക്കുവാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ കളിക്കാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വിശാലമായ സ്പേസ് ഉണ്ട് കേട്ടോ. ഇതാണ് വീടിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ. 10, 15, 20 പേര് വന്നു കഴിഞ്ഞാലും താമസിക്കാനുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. അവർക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ എന്താ പറയുക, ഇത് വീടിൻ്റെ പാർക്കിംഗ് സ്പേസിൽ നിന്ന് മുകളിലേക്ക് കയറാനുള്ള ഒരു വഴിയാണ്. ഇവിടെ നിന്നാണ് എൻട്രൻസ്, താഴെ നിന്നാണ് നമ്മുടെ എൻട്രൻസ്. അപ്പം ഇതാണ് ആ ഒരു വ്യൂ. ഇവിടുന്ന് നേരെ മുകളിലേക്കാണ് നമ്മുടെ ഈ റിസോർട്ട് വരുന്നത്. ചെറിയൊരു സ്റ്റേജും കൂടി കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ റിസോർട്ടിൻ്റെ പേര് മറക്കണ്ട, ഇഴക്കുന്നൽ റിസോർട്ട് എന്നാട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്യും.